പാൽപ്പാടയിൽ നിന്നും ശുദ്ധമായ പശുവിൻ നെയ്യ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ദിവസവും 1 ടീസ്പൂൺ നെയ്യ് കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെയധികം ഗുണം ചെയ്യും. നെയ്യിൽ വൈറ്റമിൻസും മിനറൽസും ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുന്നു. മസിലുകളെ ആരോഗ്യവും ബലവും ഉള്ളതാക്കി മാറ്റാൻ നെയ്യ് സഹായിക്കുന്നു. ശരീരത്തിലെ വിഷാംശം പുറന്തള്ളുന്നതിനും മലബന്ധം ഇല്ലാതാക്കാനും മുടിയുടെ ആരോഗ്യത്തിനും ചർമ്മം വരണ്ടുണങ്ങാതിരിക്കാനും നെയ്യ് സഹായിക്കുന്നു. മഞ്ഞുകാലത്ത് ചർമ്മത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നെയ്യ് കഴിക്കുന്നത് ഉത്തമമാണ്. കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിനും മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിഹാരമായി ദിവസവും 1 ടീസ്പൂൺ നെയ്യ് കഴിച്ചാൽ മതി. വീട്ടിലുണ്ടാക്കുന്ന നെയ്യാണെങ്കിൽ ഉച്ചയ്ക്ക് ചോറിനോടൊപ്പം 1 ടീസ്പൂൺ ചേർത്ത് കഴിക്കാം. ദഹന സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളെയും ഇല്ലാതാക്കാൻ ഇത് സഹായിക്കുന്നു. ശരീരത്തിൽ ക്യാൻസർ കോശങ്ങൾ വളരുന്നുണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാൻ ദിവസവും 1 ടീസ്പൂൺ നെയ്യ് കഴിക്കുന്നത് കൊണ്ട് സാധിക്കുന്നു. ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കുട്ടികൾക്ക് ദിവസവും നെയ്യ് കൊടുക്കേണ്ടതാണ്. ഒരു ലിറ്റർ അല്ലെങ്കിൽ 1/2 ലിറ്റർ പാൽ തിളപ്പിക്കാൻ വെക്കണം. തിളച്ചു വരുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് 2 മിനിറ്റ് കൂടി വെക്കണം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് തണുപ്പിക്കാൻ വെക്കണം. തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം എടുത്താൽ നല്ല കട്ടിയുള്ള പാട കിട്ടും. ഇങ്ങനെ ദിവസവും പാൽപ്പാട എടുത്ത് ഏതെങ്കിലും ഒരു പാത്രത്തിൽ വെച്ച് അടച്ച് ഫ്രീസറിൽ വെക്കണം. ഇരുപത് ദിവസത്തോളം എടുത്തു വച്ചതാണ് ഈ കാണുന്നത്. മിക്സിയിൽ അടിക്കുന്നതിന് 1 മണിക്കൂർ മുൻപ് ഫ്രീസറിൽ നിന്നും പുറത്തെടുത്ത് വയ്ക്കണം. മിക്സിയുടെ ജാറിലേക്ക് 3-4 ഐസ് ക്യൂബ്സ് ഇടണം. ഇതിലേക്ക് 5-6 ടേബിൾ സ്പൂൺ പാൽപ്പാടയും ചേർക്കണം. ഫ്രിഡ്ജിൽ വച്ച് തണുപ്പിച്ച വെള്ളം കുറച്ചൊഴിച്ച് പൾസിലിട്ട് അടിച്ചെടുക്കണം. അടിച്ചെടുത്ത ബട്ടർ തണുത്ത വെള്ളം ഒഴിച്ചു വച്ച പാത്രത്തിലേക്ക് ഇടണം. ഇതേപോലെ എല്ലാനും അടിച്ചെടുക്കണം. ഒരു പാൻ ചൂടാക്കാൻ വെച്ചതിന് ശേഷം ഈ ബട്ടർ അതിലിടണം. മീഡിയം ഫ്ലെയിമിലിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കഴിയുമ്പോൾ ബട്ടറെല്ലാം ഉരുകി വരും. അടിയിൽ കിടക്കുന്ന തരികൾ ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. തണുത്തതിന് ശേഷം ഒരു ജാറിലേക്ക് അരിച്ചൊഴിക്കണം. നല്ല ശുദ്ധമായ നെയ്യ് ഇതേപോലെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം.